അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അത്തബസ്സുമു ലിവജ്ഹി അഖീക സദഖ. നിന്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ സദഖയാണ് എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഇസ്ലാം സന്മാർഗത്തിൻ്റെയും ശാന്തിയുടെയും മതമാണ്. വിശുദ്ധ ഇസ്ലാം ഒരിക്കലും തീവ്രവാദത്തിനോ ഭീകരവാദത്തിനോ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ലോകത്തിന് മൊത്തവും ശാന്തിയും സമാധാനവുമാണ് വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, അല്ലയോ കാഫിരീങ്ങളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ഞാൻ ആരാധിക്കുന്നില്ല നിങ്ങൾ ആരാധിക്കുന്ന ഒന്നിനെ. എന്നിട്ട് അവസാനം പറയുകയാണ് ഈ ആയത്തിൽ, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ എനിക്കെൻ്റെ ദീൻ എന്നാണ് വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ ഇസ്ലാമിൻ്റെ ആശയങ്ങളെ നാം പിൻപറ്റുകയും അത്തീഉല്ലാഹ വ റസൂലഹു, അല്ലാഹുവിനെയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും വഴിപ്പെട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, അതായത് എല്ലാവരും സ്വർഗത്തിലാണ്, ഇല്ലാ മൻ അബ, സ്വർഗം വേണ്ടെന്ന് വെച്ചവർ ഒഴികെ. ആരാണ് ഈ സ്വർഗം വേണ്ടെന്ന് വെച്ചവർ? മൻ അതാഅനി, എന്നെ അനുസരിച്ചവൻ, ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. മൻ അസാനി, എന്നെ വഴിപ്പെടാതെ ജീവിച്ചവൻ നരകത്തിലും കടന്നുവെന്നാണ്. അതുകൊണ്ട് നാം അത്തീഉല്ലാഹ വ റസൂലഹു, അല്ലാഹുവിനെയും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുക. അല്ലാഹു തആല മരണസമയത്ത് ആഖിബത്ത് കിട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ കലിമയിൽ മരിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.